ശ്രീ ജോർജ് ജോസഫ്, ഇന്നത്തെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നത്തെ മാധ്യമങ്ങളുടെ ഒരു സമീപനം ശ്രദ്ധിച്ചു. സ്വാഭാവികമായി തെറ്റു പറയാനില്ല, കാരണം ഭരണമുന്നണിക്കകത്ത് അങ്ങനെ ഒരു ഭിന്നത എന്ന നിലയ്ക്കൊരു പ്രശ്നം വരുന്നു. അതേക്കുറിച്ച് പരസ്യമായി ആ പാർട്ടിയുടെ നേതാക്കൾ പ്രതികരിക്കുന്നു, സ്വാഭാവികമായി. പക്ഷേ അവിടെ നിന്ന് പിന്നെ അങ്ങ് അനുമാനങ്ങളും ഊഹാപോഹങ്ങളിലേക്കുമുള്ള ഒരു പടർന്നു കയറലുണ്ടായിരുന്നല്ലോ. ഒടുവിൽ നേതാക്കൾ പല നിലകളിൽ, അത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവട്ടെ, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രി വി ശിവൻകുട്ടിയും അതിനുശേഷം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമൊക്കെ തങ്ങളുടേതായ നിലപാടുകൾ വിശദീകരിച്ചതോടെ ഈ മാധ്യമങ്ങൾ ഊതിവീർപ്പിച്ചൊരു ഒരു സംഭവം വൈകുന്നേരമായപ്പോൾ എവിടെ എത്തി, അല്ലെങ്കിൽ എന്തായി തീർന്നു? ശരത്തെ, ഇത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വല്ലാതെ പെരുപ്പിച്ച് ഊതിവീർപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത ഒരു ഇഷ്യൂ, ഇരുട്ടിൽ കറുത്ത പൂച്ചയെ തപ്പുന്ന പോലെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുമ്പോൾ ചില വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ശ്രമമാണ്. ശരത്തെ, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് 14-ാം ധനകാര്യ കമ്മീഷനും 15-ാം ധനകാര്യ കമ്മീഷനും വന്നതിന് ശേഷം, അതായത് ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്ന ഫണ്ടുകളുടെ കാര്യത്തിൽ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടാക്കി. ആ മാറ്റത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകാൻ സമയമില്ല. പക്ഷേ എങ്കിലും രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, കേന്ദ്രം നേരിട്ട് കേന്ദ്രവിഹിതമായി, നികുതി വിഹിതമായി നമുക്ക് നൽകുന്ന പണം, അത് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നതിൽ നിന്നും വളരെയധികം വെട്ടിക്കുറച്ചു. അത് നമുക്ക് മുമ്പ് കിട്ടിയിരുന്നത് 3.22% അതിപ്പോൾ 1.95% താഴ്ന്നതൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അളവിൽ വെട്ടിക്കുറയ്ക്കുന്നു. ഒന്ന്, സെസ് ഉൾപ്പെടെയുള്ള സർചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഡിവിസിബിൾ പൂളിനെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. രണ്ട്, കേന്ദ്രം കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ മുൻകാലങ്ങളിലെല്ലാം ഫ്ലെക്സിബിളായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് അത് ആവശ്യാനുസരണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായിട്ട് അവർക്ക് സഹായം ഗ്രാൻഡ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നുള്ള പേരിൽ അതിന് ചില ചരടുകൾ കെട്ടി ആണ് ഇത്തരം പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നത്. അതെ, അത് കൃത്യമായ നിബന്ധനകൾ. ശ്രീ ജോർജ് ജോസഫ്, അതിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം നിബന്ധനകൾ വെക്കുക, ആ നിബന്ധനകൾ വെച്ചുകൊണ്ട് മാത്രം 60%, 40% സ്റ്റേറ്റ് ഫണ്ടാണ്, എന്നിട്ടും അതിൽ നിബന്ധനകൾ വെക്കുക. അത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു, ഇപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംഭവിച്ചു. ഇങ്ങനെ നിബന്ധനകൾ വെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. അതാണ് ഇവിടെയും പ്രശ്നമായത്. കാരണം ഇതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരള പദ്ധതിക്ക് കെട്ടേണ്ട കോടാനുകോടി രൂപ തടഞ്ഞു വെക്കുകയാണ്. അതെ, അത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യരംഗത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലുള്ള പദ്ധതികൾക്കും എല്ലാം ഇതേ രീതിയിലുള്ള ഓരോ കണ്ടീഷൻസ് ഉണ്ടാക്കി അവരുടെ ഒരു മാർക്കറ്റിംഗ്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രചരണം, ഒരു പ്രൊപ്പഗാൻഡ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന ചില കണ്ടീഷൻസ് അതിനകത്ത് അപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ സമീപനത്തോട്, നിലപാടുകളോട്, പ്രത്യയശാസ്ത്രത്തോട് യോജിക്കാതെ വരുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കേരളം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക സാഹചര്യം, ഞെരുക്കുന്നൊരു സാമ്പത്തിക സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് കേന്ദ്രം നമുക്ക് തരാനുള്ള ഒരു വർഷം 55,000 കോടി രൂപയിൽ പരം രൂപ കേരളത്തിന് അർഹതപ്പെട്ടത് ഇല്ലാതാക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. അതേസമയത്ത് അർഹതപ്പെട്ട കടമെടുപ്പിന് പോലും അനുവദിക്കാത്ത സ്ഥിതിവിശേഷം വരുന്നു. അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കുന്നൊരവസരത്തിലാണ് ഈ സംസ്ഥാന സർക്കാരുകളോട് വേണ്ടവിധം ആലോചിക്കാതെ കഴിഞ്ഞ ആഗസ്റ്റ് 15-ന് ഏകപക്ഷീയമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു GST നിരക്കുകൾ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതിനു മുമ്പ് അത് GST കൗൺസിലിൽ ആലോചിച്ചിട്ടില്ല. ആ പ്രഖ്യാപനം പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ നടത്തുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ തന്നെ പറഞ്ഞെന്താ, 8,000 കോടി രൂപ മുതൽ 10,000 കോടി രൂപയുടെ വരെ വരുമാന നഷ്ടം കേരളത്തിന് പ്രതിവർഷം അതുകൊണ്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഈ നമ്മൾ പറഞ്ഞ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വരുമാനം ലഭ്യമല്ലാതിരിക്കുക, വെട്ടിക്കുറയ്ക്കുക, ഗ്രാൻറ്റുകൾ അനുവദിക്കുമ്പോൾ അതിന് പല രീതിയിലുള്ള രാഷ്ട്രീയമായ ചരടുകൾ അതിൽ കൂട്ടിക്കെട്ടുക, ഇതൊക്കെ വരുമ്പോൾ പല രീതിയിൽ ഈ വിഹിതങ്ങൾ തടസ്സപ്പെടുകയാണ്. അതിന് പുറമെയാണ് 8,000 കോടി രൂപ മുതൽ 10,000 കോടി രൂപ വരെ കുറയുന്ന സ്ഥിതിവിശേഷം വരുന്നു. ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ അവസരത്തിൽ
എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ഈ PM ശ്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ആയാലും നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതി ആയാലും ഇത് പ്രധാനമന്ത്രി സഡക് യോജന ആയാലും അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിലുള്ള കാര്യങ്ങളായാലും ഇതെല്ലാം നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന സ്ഥിതിവിശേഷം വരുമ്പോൾ ജനങ്ങൾക്കാണ് സൗകര്യങ്ങളില്ലാതാവുന്നത്. വേണ്ടെന്ന് നമുക്ക് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലോ നിലപാടിൻ്റെ പേരിലോ വയ്ക്കാം. പക്ഷെ അത് തന്നെയല്ലേ രാഷ്ട്രീയമായി ആഗ്രഹിക്കുന്നതും അത് തന്നെയാവില്ലേ ജോർജ് ജോസഫ്? രാഷ്ട്രീയമായി ആഗ്രഹിക്കുന്നതും അത് തന്നെയല്ലേ? മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, അത് കേരളത്തിലെ പ്രതിപക്ഷമാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ BJP യെ സംബന്ധിച്ചാണെങ്കിൽ